Hi friends, welcome back. Poco X3 എന്ന ഫോണിന്റെ ഒരു ക്യാമറ റിവ്യൂ ആണ്. ഇത് ജസ്റ്റ് Poco X3യുടെ ക്യാമറ ക്വാളിറ്റി മാത്രം കാണിക്കുന്നതല്ല, പകരം ഇതിന്റെ ക്യാമറ ഇന്റർഫേസ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ MIUI 12 വരുമ്പോൾ ക്യാമറ ഇന്റർഫേസിലെ മാറ്റങ്ങൾ എങ്ങനെയുണ്ട്, പുതിയൊരു ക്യാമറ ഇന്റർഫേസ് MIUI 12 ബേസ്ഡ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യവും നമുക്ക് ഇതിൽ നോക്കാം. സാധാരണ നമ്മൾ നേരെ ഇമേജ് സാമ്പിളിലേക്കാണ് കിടക്കാറ്, പക്ഷെ ഇവിടെ ഞാൻ ക്യാമറ ഇന്റർഫേസ് കൂടി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാൻ താല്പര്യമില്ലെങ്കിൽ ഇമേജ് സാമ്പിൾ കണ്ടാൽ മതിയെങ്കിൽ കുറച്ചങ്ങ് ഫോർവേഡ് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്റർഫേസ് ഒന്ന് പരിചയപ്പെടുത്താം, കാരണം MIUI 12 പുതിയൊരു ഇന്റർഫേസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ക്യാമറ സെറ്റപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം അത് നോക്കിയിട്ട് നമുക്ക് ക്യാമറ സാമ്പിളുകളിലേക്ക് കിടക്കാം. ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ഇവിടെ ഓൺ സ്ക്രീനിൽ കാണാം. ഡീസൻ്റ് ആയ ഒരു 64 മെഗാ പിക്സൽ ക്യാമറ സെറ്റപ്പുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. സോണി IMX682 ഇതിന്റെ മെയിൻ സെൻസർ. 20 മെഗാ പിക്സലിന്റെയാണ് സെൽഫി ക്യാമറ. മാക്സിമം നമുക്ക് 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് ഒക്കെയാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുക. എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ ഇതിന്റെ റിവ്യൂ നമ്മുടെ പ്രതാപ്ജി എന്നുള്ള സെക്കൻഡ് ചാനലിൽ ഇത്തരം ക്യാമറ റിവ്യൂ പോലുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഇടാന്നാണ് വിചാരിച്ചത്. ബട്ട് അവിടെ ഒരുപാട് സുഹൃത്തുക്കൾ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു പ്രൊഡക്റ്റിന്റെ വീഡിയോ കാണാൻ 2 ചാനൽ കാണേണ്ട ഒരു അവസ്ഥയായി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായം വരുന്നു. സോ എൻ്റെ പ്ലാൻ അനുസരിച്ച് ഒരു പ്രൊഡക്റ്റിന്റെ എല്ലാ വീഡിയോയും ഒരു ചാനൽ ഇടാതെ മറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ ഒരുപാട് പേർക്ക് അതൊന്നും താല്പര്യമില്ല, ഇവിടെ തന്നെ ചെയ്താൽ മതി എന്നാണ്. അപ്പോൾ താല്പര്യമുള്ളവർ കണ്ടേ എന്ന് കരുതി എല്ലാം ഇവിടെ തന്നെ ഇടാനുള്ള പ്ലാനിലാണ് ഞാൻ. മറ്റേ ചാനൽ എന്ത് ചെയ്യണം എന്നുള്ളത് പിന്നെ ആലോചിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ക്യാമറ ഇന്റർഫേസിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ MIUI 12 അല്ലെങ്കിൽ Poco X3 ക്യാമറ ഇന്റർഫേസ്. ഏറ്റവും ടോപ്പിൽ കാണുന്നത് വീഡിയോ റെസൊല്യൂഷനുകളാണ്. വീഡിയോ സെക്ഷൻ എടുത്താൽ വീഡിയോ റെസൊല്യൂഷൻ, അതുപോലെ തൊട്ട് താഴെ സെറ്റിംഗ്സ്, അതിൻ്റെ അപ്പുറത്ത് മൂവി ഫ്രെയിം എന്ന് വെച്ചാൽ 21:9 ആസ്പെക്ട് റേഷ്യോയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം. പിന്നെ ഗ്രിഡ് ലൈൻ, അതേപോലെ തന്നെ സ്ട്രെയിറ്റനിങ്, മാക്രോ വീഡിയോ, ട്രാക്കിംഗ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കാൻ സാധിക്കും. നമ്മൾ ക്യാമറ ഫോക്കസ് ചെയ്ത് വെച്ചിട്ട് ട്രാക്കിംഗ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ആ ഒരു ഒബ്ജക്റ്റ് എങ്ങോട്ട് നീങ്ങിപ്പോയാലും അതിനെ ട്രാക്ക് ചെയ്യുന്ന തരത്തിൽ ഫോളോ ചെയ്ത് ഫോക്കസ് ചെയ്തോളും. ഫോട്ടോ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക റേഷ്യോകളാണ്. 1:1, 3:4, 9:16, ഫുൾ സ്ക്രീൻ അങ്ങനെയുള്ളത്. താഴെ ടൈമറുകൾ 3 സെക്കൻഡ്, 5 സെക്കൻഡ്, 10 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ടൈമർ സെറ്റ് ചെയ്യാം. അതിന് താഴെ സെറ്റിംഗ്സ്, മൂവി ഫ്രെയിം 21:9 ആ ഒരു സമയം നമുക്ക് അവൈലബിൾ ആണ്. ഗ്രിഡ് ലൈൻ ഉണ്ട്, സ്ട്രൈറ്റൻ ഉണ്ട്, അതേപോലെ മാക്രോ ഫോട്ടോസ് നമുക്ക് അവൈലബിൾ ആണ്. നേരത്തെ നമ്മൾ വീഡിയോയിൽ കണ്ടിരുന്നു, മാക്രോ വീഡിയോയും ഫോട്ടോയും എടുക്കാം. ടിൽ ഷിഫ്റ്റ്, അതൊരു ബ്ലർ മോഡ് പോലെ. പ്രോ കളർ കൂട്ടാനുള്ള ഒരു മോഡ്. പിന്നെ ടൈംഡ് ബെസ്റ്റ് മോഡുകൾ, അത് ടൈമർ വെച്ചുകൊണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ്. പിന്നെ പോർട്രേറ്റിലേക്ക് വന്നാൽ ഫോട്ടോസിൽ തന്നെ പോർട്രേറ്റ് എടുക്കുമ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് കുറയുന്നുണ്ട്, നമുക്ക് അതിൽ കണ്ട എല്ലാം ഇവിടെ കാണില്ല. ഇനി മോറിൽ വരുമ്പോഴാണ് കൂടുതലായിട്ടുള്ള സംഗതികൾ. നൈറ്റ് മോഡ്, 64 മെഗാ പിക്സൽ, ഷോർട്ട് വീഡിയോ 15 സെക്കൻഡൊക്കെ ചെറിയ വീഡിയോ ക്ലിപ്പുകൾ എടുക്കാൻ, ഫ്രണ്ട് ആൻഡ് ബാക്ക് ഡുവൽ വീഡിയോ റെക്കോർഡിംഗ്, ഞാൻ അതിന്റെ സാമ്പിൾ കാണിക്കാം. പനോരമ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രോ മോഡും നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. ഡോക്യുമെന്റ് സ്കാനിങ് പോലുള്ള സംഗതികളുണ്ട്. വ്ളോഗ് മോഡ്, അത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതൊക്കെ തന്നെയാണ്. അതിന്റെ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം. സ്ലോ മോഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൈം ലാപ്സ് ഉണ്ട്. AI വാട്ടർമാർക്ക് എന്ന് പറയുന്ന ഫീച്ചർ വരുന്നുണ്ട്. അത് വാട്ടർമാർക്ക് ഡേറ്റ് കാര്യങ്ങൾ പോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വീഡിയോക്കകത്ത് എഴുതി കാണിക്കുന്ന തരത്തിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു വാട്ടർമാർക്ക്, നോർമലി ഉള്ള ക്യാമറ വാട്ടർമാർക്ക് അല്ലാതെയുള്ള സംഗതികൾ. ലോങ് എക്സ്പോഷറും ക്ലോൺ ഫീച്ചറും വരുന്നുണ്ട്. ക്ലോൺ എന്ന് വെച്ചാൽ ഒരു ഇമേജിനകത്ത് തന്നെ ഒന്നിലധികം ആൾക്കാരെ പ്ലേസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയുമാണ് ഇതിന്റെ ക്യാമറ ഇന്റർഫേസിലെ മെയിൻ ആയിട്ടുള്ള ഘടകങ്ങൾ. ഇനി നമുക്ക് ക്യാമറ സാമ്പിളിലേക്ക് കിടക്കാം. ക്യാമറ സാമ്പിളിലേക്ക് വരുമ്പോൾ മെയിൻ ക്യാമറ ഇമേജ് ആണ് കാണുന്നത്. നല്ല ഡീസൻ്റ് ആയ ഒരു ക്വാളിറ്റി. ഒരു ചെറിയ യെല്ലോ ഷെയ്ഡ് എൻ്റെ ഫേസിൽ കാണുന്നുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ ക്വാളിറ്റിയൊക്കെ നല്ല ഡീസൻ്റ് ആയ ഒരു ക്വാളിറ്റിയാണ്. ഒരു കംപ്ലൈന്റ് പറയാനില്ല. സോ പോക്കോ X3 മെയിൻ ക്യാമറ നല്ല ലൈറ്റ് ഉള്ളപ്പോൾ കിടിലൻ പെർഫോമൻസ് ആണ് തരുന്നത്. സൂം ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് നല്ല ഡീറ്റെയിൽസ് ലെവലുണ്ട്. പോർട്രേറ്റ് മോഡ് എടുക്കുമ്പോഴും എഡ്ജ് ഡിറ്റക്ഷൻ ഒക്കെ നല്ല ഡീസൻ്റ് ആയ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സൂം ചെയ്ത് നോക്കുമ്പോഴും ആ എഡ്ജ് ഡിറ്റക്ഷൻ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാം. അതേപോലെ തന്നെ ഡീറ്റെയിൽസും ക്വാളിറ്റിയും ഒക്കെ നമുക്ക് നന്നായിട്ട് കാണാനുണ്ട്. സോ മെയിൻ ക്യാമറ ഡേ ലൈറ്റിൽ നല്ല ലൈറ്റ് ഉള്ള സമയത്ത് അടിപൊളി പെർഫോമൻസ് ആണ്. 64 മെഗാ പിക്സലിന്റെ ഒരു ഇമേജ് ആണ് കാണുന്നത്. നേരത്തെ കണ്ട പോലെ തന്നെ നല്ലൊരു ഓവറോൾ ക്വാളിറ്റി ഉള്ള ഇമേജ് തന്നെയാണ്. ഈ ഒരു ഇമേജും 64 മെഗാ പിക്സൽ തന്നെയാണ്, നല്ല ക്വാളിറ്റിയാണ്. സൂം ചെയ്ത് ഞാൻ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇങ്ങനെ ഒരു ഫുൾ റെസൊല്യൂഷനിലേക്ക് സൂം ചെയ്യുമ്പോൾ ഈ ഒരു ക്വാളിറ്റിയാണ്. തീർച്ചയായിട്ടും ഒരു എക്സലന്റ് ക്വാളിറ്റി എന്ന് പറയാം. സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റിയാണ്. ഒരു നല്ല കൺട്രോൾഡ് ആയ ഒരു സെൽഫി ക്യാമറയാണ് കേട്ടോ. അതായത് ഓവർ എക്സ്പോഷറും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഡീസൻ്റ് ആയ ഒരു ക്യാമറയാണ്. അതായത് ആ ഒരു കാര്യം വളരെയധികം അട്രാക്റ്റീവ് ആണ്. സൂം ചെയ്ത് നമുക്ക് അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നല്ലൊരു ക്വാളിറ്റി സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഓവർ എക്സ്പോഷർ ഒരിടത്തും വരുന്നില്ല. സൂം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കാണാം. സോ സെൽഫി ക്യാമറയെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ഓവർ എക്സ്പോഷർ ഇഷ്യൂസും ഇല്ല. നല്ല രീതിയിലുള്ള ക്വാളിറ്റി. ഇനി ഒരു പോർട്രേറ്റ് മോഡ് കൂടി നോക്കാം. പോർട്രേറ്റ് മോഡിലേക്ക് വരുമ്പോഴും നല്ലൊരു ഡീസൻ്റ് ക്വാളിറ്റിയാണ്.
എഡ്ജ് ഡിറ്റക്ഷനും കാര്യങ്ങളും ഒക്കെ നല്ല ഡീസൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഡുവൽ ക്യാമറ ഇല്ല, സിംഗിളേ ഉള്ളൂ, എന്നിട്ടും നല്ലൊരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഡുവൽ ക്യാമറ ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ വേറെ ഒരു ഇഷ്യൂ ഒന്നും നമുക്ക് വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്തായാലും നല്ലൊരു പോർട്രേറ്റ് ഇമേജ്. ഒരു ഷെയ്ഡിലേക്കൊക്കെ നീങ്ങി നിന്നാൽ, പുറത്ത് നല്ല ലൈറ്റ് ഉള്ളപ്പോൾ നമ്മൾ ഷെയ്ഡിലൊക്കെ നീങ്ങി നിന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലോൺ ഔട്ടായി പോകും. അത് മിക്കവാറും ഫോണുകളൊക്കെ സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. എന്തായാലും ഓവറോൾ ക്വാളിറ്റി കൊള്ളാം, നല്ല ക്വാളിറ്റി തന്നെയാണ്. പോർട്രേറ്റ് മോഡ് എടുക്കുമ്പോൾ ഈ രീതിയിലുള്ളൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഞാൻ പറയുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റി കണ്ടാൽ മതിയാവോ, ഇഷ്ടമായിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. സോ നിങ്ങളുടേതായ അനലൈസേഷൻ നിങ്ങളോട് നടത്തുക. ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് പറ്റിയതാണോ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ എന്തായാലും നല്ലൊരു ക്വാളിറ്റി ഇമേജുകളാണ് നമുക്ക് നോർമലി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സെൽഫി ക്യാമറയും ഇത്തരം ഷെയ്ഡുകളിലേക്ക് നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഓവറോൾ ഗുഡ് ക്വാളിറ്റിയാണ്. ബാക്ക്ഗ്രൗണ്ട് ബ്ലോൺ ഔട്ടായി പോകുന്നുണ്ട്, ഇങ്ങനെ മിക്കവാറൊക്കെ സംഭവിക്കും. നല്ലൊരു HDR സംവിധാനം വർക്ക് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പോർട്രേറ്റ് മോഡിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല രീതിയിലൊരു ബ്ലറും കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നുണ്ട്. ഓവറോൾ നല്ലൊരു ക്വാളിറ്റിയാണ് നമുക്ക് ഈ ക്യാമറയിൽ ഫീൽ ചെയ്യുന്നത്. ഇനി ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് ക്യാമറ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഒരു യെല്ലോ വാളാണ് എൻ്റെ വീടിനുള്ളത്. അപ്പോൾ ആ ഒരു യെല്ലോ ഷെയ്ഡ് കറക്റ്റായിട്ട് എൻ്റെ ഫേസിലേക്ക് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു വൈറ്റ് ബാലൻസ് എന്ന് പറയുന്നൊരു സംഗതി ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇദ്ദേഹം ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സോ വൈറ്റ് ബാലൻസിൻ്റെ ഒരു ഇഷ്യൂ നമുക്ക് ഇവിടെ കാണാം. അത് മാത്രമാണ് ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയത്. ഡേ ലൈറ്റിൽ നമുക്ക് ഈ ഒരു യെല്ലോ കളർ ലേശം കയറി നിൽക്കുന്നത് കാണാം. ഇവിടെ ഇത്തിരി അഗ്രസീവായിട്ട് കാണുന്നുണ്ടെന്ന് മാത്രം. ഇപ്പോൾ ഈ ഒരു റൂമിനകത്ത് യാതൊരു യെല്ലോ ഷെയ്ഡിൻ്റെ ഒരു സംഗതികളൊന്നും ഇല്ല. എന്നിട്ട് ഒരു കളർ, ഒരു പക്ക നാച്ചുറൽ കളർ അല്ല നമുക്ക് കിട്ടുന്നത്. ബട്ട് അതൊരു വലിയ ഇഷ്യൂ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഓവറോൾ ക്വാളിറ്റി ഒക്കെ നല്ല ഡീസൻ്റ് ആയ ക്വാളിറ്റി ആയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റ് കണ്ടീഷനിൽ ഈ ഒരു ക്വാളിറ്റി കിട്ടുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആക്സെപ്റ്റബിൾ ആണ്. ഈ ഒരു ഇമേജ് നോക്കിയാൽ മെയിൻ ക്യാമറയുടെ മറ്റൊരു ഇമേജ് ആണ്, തീർച്ചയായിട്ടും നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. ഇനി ഇതൊരു നൈറ്റ് മോഡ് ഇമേജ് ആണ്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഒരു ഇത്തിരി ഒരു ഡാർക്ക് ഏരിയ ഒന്ന് ബ്രൈറ്റ് ആക്കി കാണിക്കുന്ന ഒരു സംവിധാനം, അത്രമാത്രമാണ് നൈറ്റ് മോഡ്. ഇനി ഇതൊരു സെൽഫി ക്യാമറ ഇമേജ് ആണ്. ഇവിടെ നമുക്ക് ആ ഒരു വൈറ്റ് ബാലൻസിന്റെ ഇഷ്യൂ കാണാം. നമുക്ക് നല്ലോണം എൻ്റെ ഫേസൊക്കെ യെല്ലോ കളർ ആയിട്ടുണ്ട്. ബാക്കി ക്വാളിറ്റി വൈസ് വലിയ ഇഷ്യൂ ഒന്നുമില്ല, നല്ലൊരു ക്വാളിറ്റി നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. ഇപ്പോൾ അകത്തേക്ക് മാറി നിന്നിട്ട് ഞാൻ ആ യെല്ലോ വാളുകളുടെ അടുത്ത് മാറി നിൽക്കുമ്പോൾ കുറച്ചൊന്ന് ബെറ്റർ ആവുന്നുണ്ട്. സോ ഒരു വൈറ്റ് ബാലൻസിന്റെ ഇഷ്യൂ മാത്രമേ ഉള്ളൂ, വേറെ ക്വാളിറ്റി വൈസ് നമുക്ക് ഇഷ്യൂ ഒന്നും തോന്നിയില്ല. വീഡിയോ ക്വാളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡേ ലൈറ്റിൽ നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ നല്ലൊരു ക്വാളിറ്റി തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. ഇടയ്ക്ക് ഒരു ചെറിയ ചാട്ടമൊക്കെ കാണാൻ വലിയ, പക്ഷെ ഒരു പറയത്തക്ക ഇഷ്യൂ ഒന്നുമില്ല. വളരെ സ്മൂത്തായ ഒരു വീഡിയോ തന്നെ കിട്ടുന്നുണ്ട്. പറയത്തക്ക യാതൊരു ഇഷ്യൂ തോന്നുന്നില്ല. കണ്ട് തന്നെ മനസ്സിലാക്കുക നിങ്ങളുടെ ഒരു പർപ്പസിന് ഈ ഒരു വീഡിയോ ക്വാളിറ്റി മതിയോ എന്നുള്ള കാര്യം. എന്നെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. സ്റ്റെബിലൈസേഷനൊക്കെ നോർമലി ഈ ഒരു റേഞ്ചിൽ കാണുന്ന തരത്തിലുള്ള ഒരു സ്റ്റെബിലൈസേഷനൊക്കെ ഉണ്ട്. ഓവറോൾ ഒരു ഗുഡ് ക്വാളിറ്റി ക്യാമറ സാമ്പിൾസ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. സെൽഫി ക്യാമറയുടെ കാര്യം നോക്കിയാലും ഒരു ഡീസൻ്റ് ആയ ക്വാളിറ്റിയാണ്. നമുക്ക് ഓവർ എക്സ്പോഷർ പോലുള്ള കാര്യങ്ങളൊന്നുമില്ല. ഡയറക്റ്റ് സൺലൈറ്റ് ആണ് എൻ്റെ ഫേസിലേക്ക് അടിക്കുന്നിട്ടും സ്കിന്നിൻ്റെ ഒരു ഭാഗമൊന്നും ബ്ലോൺ ഔട്ട് ആയിട്ട് അങ്ങനെ പോകുന്ന ഒരു അവസ്ഥയൊന്നും കാണാനില്ല. ഒരു നല്ല ക്വാളിറ്റി നമുക്ക് ഓവറോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൽഫി ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക, നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റി മതിയോ, ഓക്കെ ആണോ എന്നുള്ള കാര്യം. ഇനി സെൽഫി ക്യാമറയുടെ സ്റ്റെബിലൈസേഷൻ ലെവലാണ് നിങ്ങളിവിടെ കാണുന്നത്. ഓവറോൾ ഒരു ഗുഡ് സെറ്റപ്പ് ഒക്കെയാണ്. ഇനി സെൽഫി ക്യാമറ കൊണ്ട് നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് ഇത്തിരി ഷെയ്ഡുകളിലേക്ക് ഇങ്ങനെ മാറിക്കഴിഞ്ഞാലുള്ള ഡിഫറൻസ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സെൽഫി ക്യാമറയുടെ ഒരു പെർഫോമൻസ് ഡേ ലൈറ്റിൽ നമുക്ക് കിട്ടുക. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ മെയിൻ ക്യാമറയുടെ ഒരു പെർഫോമൻസ് ആണ് ഈ കാണുന്നത്. ഒരു ഇച്ചിരി സോഫ്റ്റ് ആണ്, ബട്ട് എങ്കിലും ഓക്കെ, തരക്കേടില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ടെന്ന് പറയാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ നോക്കുക. ഇപ്പം നല്ല ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റ് ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ക്വാളിറ്റി. ലൈറ്റ് കുറഞ്ഞു കഴിയുമ്പോൾ ഈ രീതിയിലുള്ളൊരു കാര്യമാണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുക. ഓക്കെ, ലൈറ്റ് കുറവുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ക്യാമറ വർക്ക് ചെയ്യുക. മിഡ് റേഞ്ചിൽ എല്ലാ ഫോണുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. മിഡ് റേഞ്ച് നല്ല ഏത് റേഞ്ച് ആയാലും ലൈറ്റ് കുറവുള്ള ഒരു സിറ്റുവേഷനിൽ വലിയ പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. നല്ല ലൈറ്റ് ഉള്ളപ്പോൾ ഒരു തിരക്കേടില്ല, അതൊരു ഡീസൻറ്റ് ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആവാമായിരുന്നു എന്ന് മാത്രമാണ് തോന്നിയത്. ഓവറോൾ ഗുഡ് തന്നെ. ഇനി സെൽഫി ക്യാമറ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഒരു ക്വാളിറ്റിയാണ് സെൽഫി ക്യാമറ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വരുന്നതിന് മുമ്പ്, അതായത് ലോ ലൈറ്റ് സിറ്റുവേഷനിൽ ഈ ഒരു ക്വാളിറ്റിയാണ് കിട്ടുക. അവിടെ നമ്മൾ വലിയ ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്യുന്നില്ല. കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പാണ്. നമുക്ക് ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടാവുമെന്ന്. ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ക്വാളിറ്റിയാണ്. ചെറിയ നോയ്സ് ലെവലൊക്കെ ഉണ്ട്, ബട്ട് എങ്കിലും ഓവറോൾ ഒരു മിഡ് റേഞ്ചിലെ ഫോണിൽ കാണാവുന്ന ഒരു ഓവറോൾ ക്വാളിറ്റി നമുക്ക് എന്തായാലും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്യാമറയുടെ വീഡിയോ പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാമറയുടെ ഡേ ലൈറ്റ്, ലോ ലൈറ്റ്, ഇമേജ് പെർഫോമൻസും അതേപോലെ വീഡിയോ പെർഫോമൻസും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു വൈറ്റ് ബാലൻസിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ആണ് ഞാനിവിടെ കണ്ടുള്ളൂ. ബാക്കി ഓവറോൾ ഒരു നല്ല ക്യാമറയായിട്ടാണ് എനിക്ക് മൊത്തത്തിൽ ഫീൽ ചെയ്തത്. ഇനി നമുക്ക് ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഫീച്ചറുകൾ, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. ഇതൊരു നോർമൽ ഇമേജ് ആണ്. ഇതിൻ്റെ വൈഡ് ആംഗിളാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. വൈഡ് ആംഗിളാണ്.
ഒരു നല്ല ക്വാളിറ്റി തന്നെയാണ്. വലിയ കളർ ചേഞ്ചോ ഡള്ളാവുന്ന ഒരു അവസ്ഥയൊന്നും കാണാനില്ല. വലിയ കുഴപ്പമില്ലാത്തൊരു വൈഡ് ആംഗിൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സോ വൈഡ് ആംഗിൾ ക്യാമറ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, സൈഡ് ബൈ സൈഡ് കാണുമ്പോഴും ഒരു വലിയ ഡിഫറൻസ് വൈഡ് ആംഗിൾ ക്യാമറയിലേക്ക് വരുമ്പോൾ കാണാനില്ല. സോ അത്യാവശ്യം യൂസ്ഫുൾ ആയ ഒരു വൈഡ് ആംഗിൾ ക്യാമറയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. മാക്രോ ഇമേജുകൾ കാണുമ്പോൾ നമുക്കൊരു നല്ല ക്വാളിറ്റി തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. സോ മാക്രോ ക്യാമറയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തരം ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. നല്ലൊരു ഓവറോൾ റിസൾട്ടാണ് നമുക്ക് മാക്രോ ഇമേജുകളിലും കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഇമേജിന്റെ പ്രോ കളർ മോഡ്, ഞാൻ ക്യാമറ സെറ്റിംഗ്സ് കാണിച്ചത് നമ്മുടെ പ്രോ കളർ മോഡ് എന്നൊരു സെക്ഷൻ കാണിച്ചിരുന്നു. ലെഫ്റ്റ് സൈഡിൽ ആ പ്രോ കളർ മോഡാണ് കാണുന്നത്. ഇത്തിരി കളർ കൂട്ടി കാണിക്കുന്നുണ്ട്. അതാണ് ആ പ്രോ കളർ മോഡ് എന്ന് പറയുന്ന ക്യാമറ ഇന്റർഫേസിൽ നമ്മൾ കണ്ട ആ ഫീച്ചർ. ലെഫ്റ്റ് സൈഡിലാണ് പ്രോ കളർ, റൈറ്റ് സൈഡിൽ കാണുന്നത് നോർമൽ ഇമേജ് ആണ്. ഇനി നമുക്ക് വ്ലോഗ് മോഡ് ഇവിടെ കാണാം. ഇപ്പോൾ ഈ കണ്ട ട്രാൻസിഷനും മ്യൂസിക്കും എല്ലാം ആ ഒരു ക്യാമറയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്യപ്പെടുന്നതാണ്. സോ അത്തരത്തിലുള്ള ഒരു ഇങ്ങനെയുള്ള ഒരു ടൈപ്പ് ട്രാൻസിഷനും മ്യൂസിക്കും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടൈപ്പിൽ വ്ലോഗ് മോഡിൽ വീഡിയോസ് എടുക്കാവുന്നതാണ്. ഇനി മൂവി ഫ്രെയിം എന്ന് പറയുന്ന ഫീച്ചറാണ് അവിടെ കാണുന്നത്. 21:9 ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ വീഡിയോ നിൽക്കുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോയുടെ ഏരിയ നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ ഇത്തിരി നീളം കൂടിയ സിനിമയുടെ ഒക്കെ ഒരു ആസ്പെക്ട് റേഷ്യോ ആണത്. ആ ഒരു ആസ്പെക്ട് റേഷ്യോയിൽ ഇത്തരത്തിൽ വീഡിയോ എടുക്കുന്നതിനെയാണ് മൂവി ഫ്രെയിം എന്ന ഫീച്ചർ. ഡുവൽ മോഡ് എന്ന് പറയുന്നത് ഇതാണ്. മെയിൻ ക്യാമറയുടെ വീഡിയോ നമുക്ക് കാണാം. അതിന്റെ ഒപ്പം തന്നെ ചെറിയൊരു ക്ലിപ്പിൽ ഫ്രണ്ട് ക്യാമറ വഴി ഷൂട്ട് ചെയ്യുന്ന ആളെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ളതിനെയാണ് ഡുവൽ വീഡിയോ എന്ന് പറയുന്നത്. ഇത് ക്ലോൺ ഫീച്ചറാണ്. നമ്മൾ ക്യാമറ അനങ്ങാതെ സ്റ്റേബിൾ ആയിട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് അവിടെ നിൽക്കുന്ന ആൾ, ഇപ്പം എൻ്റെ മോളോട് ഞാൻ ഒരിടത്തു നിന്ന് ഒരു ക്ലിക്ക് ചെയ്തു, അതിനുശേഷം ഒന്ന് മാറി ഇപ്പുറത്തേക്ക് നീങ്ങി നിൽക്കാൻ പറയുമ്പോൾ അവൾ റൈറ്റിലേക്ക് ഒന്ന് നീങ്ങി നിന്നു. ശേഷം ഞാൻ രണ്ടാമതൊരു ക്ലിക്ക് ചെയ്തു. ഈ രണ്ട് ഇമേജും കൂടി മെർജ് ചെയ്യുകയാണ് ഈ ഒരു ക്യാമറ ആക്ച്വലി ചെയ്യുന്നത്. അത് നമുക്ക് 2 or 3 പ്രാവശ്യമൊക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 3 പ്രാവശ്യം നീക്കി നിർത്തിയിട്ടുണ്ട്. ബട്ട് ക്യാമറ അനങ്ങാതെ സ്റ്റഡി ആയിട്ട് പിടിച്ചാൽ മതി. അപ്പോൾ 3 ഇമേജുകൾ അവർ ക്യാപ്ചർ ചെയ്തിട്ട് അത് 3 മെർജ് ചെയ്യും. അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. വാളിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, പെർഫെക്റ്റ് അല്ല. ബട്ട് എങ്കിലും ഒരു ഫൺ ഫാക്ടർ എന്ന രീതിയിൽ തീർച്ചയായിട്ടും ഇത്തിരി രസകരമായ ഒരു സംഭവമായിട്ടുണ്ട്. ഇനി ഒരു ചെറിയ മാക്രോ വീഡിയോ ക്ലിപ്പും ഒരു സ്ലോ മോഷനും ഒക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറ ഫീച്ചർ വെച്ചാണ്. ഇങ്ങനത്തെ കുറേയധികം ചെറിയ ഫീച്ചറുകളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. മൊത്തത്തിലുള്ള ക്യാമറയുടെ ക്വാളിറ്റി നോക്കിയാലും ഡേ ലൈറ്റിലും ലോ ലൈറ്റിലും ഒക്കെ നല്ല പെർഫോമൻസ് തന്നെയാണ്. ക്യാമറയുടെ പെർഫോമൻസിനകത്ത് യാതൊരു ഇഷ്യൂ ഇല്ല. വൈറ്റ് ബാലൻസ് മാത്രം ഒരു ഇച്ചിരി യെല്ലോ ഷെയ്ഡ് കൂട്ടി കാണിക്കുന്നുണ്ട്. വൈറ്റ് ബാലൻസ് കുറച്ചുകൂടി നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ഓവറോളിനെ സംബന്ധിച്ച് ഗുഡ് റിസൾട്ടാണ് ഈ ഒരു ക്യാമറ തരുന്നത്. എന്തായാലും ഇത് കണ്ടതിൽ നിന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.